ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം കുറെ നാളുകൊണ്ട് നമ്മൾ ഹോം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കും. ചോദിച്ചു മടുത്ത്. അതെ ഗൈസ്, നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ വീട് ഫുള്ളൊക്കെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്ത് നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരുന്നു. പക്ഷെ നമുക്ക് പിന്നെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി, ഇനി അങ്ങനെ ചെയ്യാൻ നിന്നാൽ ഒരു 3-4 കൊല്ലം എടുക്കും. പണി മീൻസ് നമ്മൾ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നൊന്നും നടക്കത്തില്ല ഗൈസ്. നമ്മൾ ആകപ്പാടെ ഈ വീട്ടിൽ നമ്മൾ വാങ്ങിയിട്ട് ചെയ്തത് നമ്മുടെ ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഇല്ലേ. പിന്നെ ഫർണിച്ചർ, മറ്റു കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ബ്ലൈൻഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഈ വീട് വെച്ച ആൾ തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇരിക്കണം. അപ്പോൾ നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം അങ്ങ് അടിപൊളിയാക്കി കാണിക്കാന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും, മൃദു വീണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ വീട് കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും നമ്മളിത് വീട് നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഹോം ടൂറിലേക്ക് ഇല്ലേ. സ്വാഗതം. കാര്യം ഗൈസ്, സീരിയസ്ലി ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്കും പൃഥ്വിക്കും കുറേ തെറിവിളികൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു വീട് വാങ്ങിച്ചതിന് ശേഷമാണ് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വരാനായിട്ട് തുടങ്ങിയത്. ഒരുപക്ഷെ നമ്മൾ വാടക വീട്ടിലോ അല്ലെങ്കിൽ വീടൊന്നും ഇല്ലാതിരുന്നെങ്കിലും ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു ഐഡിയിൽ നിന്ന് തന്നെ ടാർഗറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനത്തേക്കുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മളെ കണ്ണി കാണുന്നതുകൊണ്ടാണ് പറയണത്. എന്ത് കണ്ടാലും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ നമ്മള് വീട് വാങ്ങിച്ചത് കൊണ്ട് നമ്മളെ നെഗറ്റീവ് പറയണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഹോം ടൂർ ഇടുമ്പം ആ ഒരു ചീത്തവിളി എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് താഴത്തെ പൊങ്കാലയിടാൻ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ടീംസൊക്കെ അവിടെ പോയി പൊങ്കാലിടാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സന്തോഷമായിട്ട് നമുക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പം ബാ, നിങ്ങളെ സ്വാഗതം ചെയ്ത് നമ്മുടെ മൃദുവീണയിലേക്ക്. ഇവിടെ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അന്വേഷിച്ച ചെടിച്ചട്ടികൾ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഈ ചെടിച്ചട്ടി നമ്മൾ മേല് വെക്കാൻ വേണ്ടി, മേല് സിറ്റൗട്ടിൽ വെക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു. വളർന്നിട്ട് മേളില് വെയില് ഉച്ചയ്ക്ക് അങ്ങനെ കൊണ്ടുവച്ചാൽ തീർന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ കരിയും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മഴക്കാലം ആകുമ്പോൾ ഇത് മേളിലോട്ട് കൊണ്ടുപോകുന്ന വിചാരിച്ചു. ഇപ്പോഴത്തെ എന്തായാലും വെക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു നമ്മൾ ബൊഗെയിൻ വില്ല ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് തൊട്ടളകും, അതിന്റെ ചുമ്മാ ഒന്ന് തൊട്ടേ, അങ്ങനെ തൊടാല്ലോ, ഒന്ന് വീശി തൊട്. അങ്ങനല്ല, കേറി വരുമ്പോ തട്ടുമ്പോ അത് മൊത്തം പൊഴിഞ്ഞു പോവാ. കൊത്തി വെച്ചേക്കുക. വീണ പ്രവീണിന്റെ അടുത്ത് ചോദിക്കണം എന്തിന്ന് വീണ. നമ്മള് കേറി വരുമ്പോ ഈ ഒരു ഹാള് നിങ്ങൾ എല്ലാവരും കണ്ട് എത്ര വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അപ്പൊ നമ്മളെ ഈ വീട് വാങ്ങാൻ നേരത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഹാളും ഈ ഒരു സ്പേസും ആയിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി. ഇത് വേറെ ഒന്നും പിന്നെ നോക്കിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹാളായിരുന്നു. ഭയങ്കര സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നല്ല സ്പേസ് ആണ്. നമുക്ക് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കാം, നമുക്ക് കുക്ക് ചെയ്യാം, നമുക്ക് വീഡിയോ എടുക്കാം, എന്ത് വേണേലും നമുക്ക് ഫംഗ്ഷൻ ആയാലും നമുക്ക് ഇവിടെ വെച്ച് നടത്താം. ഫംഗ്ഷൻ നമ്മൾ ഇവിടെ വെച്ചാണല്ലോ നടത്തുന്നത്. നമ്മളെ ബർത്ത്ഡേ, കേക്ക് കട്ടിങ്ങും, വെഡിങ് ആനിവേഴ്സറിയും, അല്ലാതെ അടിച്ചുപൊളി പരിപാടികളും ഡാൻസും ഇവിടെ വെച്ച് നടത്തുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു TV യൂണിറ്റ്. ഓരോ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൂല്ലേ, ചേഞ്ച്. ലൈവ് പ്ലാന്റ് വെക്കുമ്പോൾ അതിന് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ഈർപ്പം TV ഇലക്ട്രോണിക്സിലോട്ട് ചെന്നിട്ട് കെമിസ്ട്രി. അതാ ആരോ കമന്റ് ഇട്ടത് ഞാൻ വായിച്ചതാ. ഞങ്ങൾക്ക് ചൂടെടുക്കുന്നു. ആദിയോഗി. ഇത് നമ്മൾ റീസെന്റ് ഈയിടയ്ക്ക് വാങ്ങിച്ചോ, ആദിയോഗി. ഏട്ട എപ്പോഴും മറ്റേ ചന്ദ്രചൂട് ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുക. അത് കണ്ടിട്ട് വാങ്ങിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോന്നായിട്ട് വാങ്ങുന്നതാണ് ഒരു രസം. ലൈറ്റ് ഇത് ഞാൻ ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഇത് 1200 1300 രൂപ. പക്ഷെ രസമുണ്ട് കേട്ടോ. നമ്മൾ രാത്രി എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് TV ഇട്ടിട്ട് ഈ ഒരു സംഭവം മാത്രം ഇട്ടാൽ നമ്മൾ ഈ ഹാളിൽ നല്ല അത്യാവശ്യം ലൈറ്റ് കിട്ടും. കാണാനും നല്ല ഭംഗിയാണ്. നമുക്കിവിടെ ചെടികൾ വേണം വെക്കാം. പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിം കുറെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഫോട്ടോ ഫ്രെയിം വെക്കാൻ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നമുക്കിനി ഒരു ഫോട്ടോ ഫ്രെയിം വെക്കണം. അതുകൊണ്ട് ഇവിടെ ഒരെണ്ണം എല്ലാം ഒരേ ലെവലിൽ നമുക്ക് അവിടെ ഒരെണ്ണം വെക്കണം. അത്രേ ഉള്ളൂ നമ്മുടെ ഹാളിലെ വിശേഷം. പിന്നെ ഇതൊക്കെ നമ്മൾ ആദ്യം പോലെ വീഡിയോയിൽ കാണുന്നതാണ്. ഈ ഒരു സാധനമൊക്കെ എനിക്ക് തടിയുടെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമായി. സ്റ്റുഡിയോയിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചത്, പക്ഷെ ഇതിവിടെ ഇരിപ്പായി. പോർട്ട് കുറവാ. അത് വീട് നമ്മൾ പറയുമ്പോൾ വീട്ടിന്റെ മൈനസ് പോയിന്റുകൾ നമ്മൾ പറയണം. വീട്ടിന്റെ മെയിൻ മൈനസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ വെച്ച വീടല്ലല്ലോ, പോർട്ടുകൾ കുറവാണ് ഇല്ലേ. പലയിടത്തും നമുക്ക് ചാർജ് കുത്തിയിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതും ലൈറ്റ് ഏട്ടന് വീഡിയോ ഒക്കെ എടുക്കാൻ ലൈറ്റും കുത്തുന്ന ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോ. അപ്പൊ പോർട്ടുകൾ പലയിടത്തും കുറവാണ് പോലെ ഒരു ഫീൽ ഉണ്ട്. നമ്മൾ റിംഗ് ലൈറ്റും ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചേക്കുക. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ ഏരിയ, ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതാ. നമ്മളെ വീഡിയോ കാണുന്ന
കണക്കറിയാം. ഇത് നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ അതിന്റെ അവിടെ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീനും വെച്ചിരിക്കണം. ഇല്ലേ മൃദുലേ? നിനക്ക് അവിടെ കഴിയാൻ സൗകര്യക്കുറവുണ്ടോ? തല ഇച്ചിരി കുണിച്ചു പിടിക്കണം, എന്നാലും കുഴപ്പമില്ല. കല്ലുണ്ട്, അറിഞ്ഞാൽ അതിനുള്ള സമയമില്ല. നമ്മൾ ബെഡ്റൂമിലോട്ട് പോവാം. റൂം ടൂർ ചെയ്തതാണ്, പക്ഷെ എന്നാലും ഓടിച്ചു ടക്കാണ്. ഹോം ടൂർ ആകുമ്പോൾ നമ്മളെ ബെഡ്റൂമും കൂടി കണ്ടിരിക്കാമല്ലോ. കതവ് നമ്മൾ മാറ്റിയിട്ടില്ല. മാറ്റണമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ മാറ്റണം കേട്ടോ, അത്യാവശ്യമാണ്. ഇത് വന്നതിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇച്ചിരി എക്സ്പെൻസ് ആയതും അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തതുമായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് നമ്മുടെ ഈ ഒരു റൂം. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കളർ തീമും എല്ലാം അടിപൊളി, നല്ല ലൈറ്റ് കളറിൽ നമ്മൾ ചെയ്തതാണ്. എനിക്ക് വർക്ക് ചെയ്യാനും എല്ലാത്തിനും ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ബാത്റൂം കാണിക്കാം. പിന്നെന്താ, ഇതൊക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ബാത്റൂം കണ്ടില്ല എന്നാരും പരാതി പറയാല്. വാട്ടർ ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ റൂമിലെ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞിനെ കുളിപ്പിക്കാനും മൃദുലയ്ക്ക് ചൂടുവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. എന്തോ പ്രസവശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഓരോ ശീലമായി കഴിഞ്ഞാൽ പിന്നെ മാറാൻ പാടായിച്ചിരി. എനിക്ക് ചൂടുവെള്ളത്തിൽ പറ്റത്തില്ല. ഈ ചൂടുവെള്ളത്തിലേക്ക് എങ്ങനെ കുളിക്കണ വെള്ളത്തിൽ കുളിച്ച് എന്ന് കിടന്ന് ഉറങ്ങുന്ന സുഖമൊന്നും ചൂടുവെള്ളത്തിൽ. പക്ഷെ ചൂടുവെള്ളത്തിൽ കുളിച്ച് തുടങ്ങിയ പിന്നെ ചൂടുവെള്ളത്തിലേ കുളിക്കും. നമ്മുടെ രണ്ടാമത്തെ റൂമിലേക്ക് പോവാം സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ വീഡിയോയിലൊക്കെ ഏകദേശം ഒക്കെ കണ്ടു കാണാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ റൂമിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഈ റൂമിൽ ഒരു വെട്ടക്കുറവില്ലേ ഗൈസ്? ഈ റൂമിൽ നമുക്ക് ആകെപ്പാടെ 2 ബൾബേ ഉള്ളൂ. അതിനകത്ത് ഒരു ബൾബ് ആൾറെഡി ഈ 2 അലമാരയുടെ ഇടയിലായതുകൊണ്ട് കുറച്ചൊരു വെട്ടക്കുറവുണ്ട്. നമ്മുടെ പഴയ കട്ടില്, നമ്മുടെ പഴയ മെത്തയും, നമ്മുടെ ഇടയ്ക്ക് നൊക്ലാച്ചി അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങാറുണ്ട്. ഇതിൽ കിടക്കുന്ന ഒരു സുഖം അതെ. നമ്മള് ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കിടന്ന് ബോറടിച്ച് നൊക്ലാച്ചി അടിക്കുമ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങും. ഇവിടെ കിടന്ന് മടുക്കുമ്പോൾ അവിടെ കിടന്നു. അങ്ങനത്തെ പരിപാടി. ഈ 2 റൂമാണ് ഞാൻ മൃദുല ഇപ്പൊ യൂസ് ചെയ്യാറുള്ളത്. മേലോട്ടൊന്നും കയറാറില്ല. പോവാറുമില്ല, കിട്ടാറുമില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോകും. അതെ. അപ്പൊ എന്തായാലും 2 അലമാരയുണ്ട്. ഈ അലമാര നമ്മൾ കൊടുക്കാൻ പോവാണ്. കാരണം അത് ഭയങ്കര സ്പേസ് ആണ്. നമ്മൾ വീട് വെച്ച പാർട്ടിക്ക് നമ്മൾ വിറ്റാലോ. പക്ഷെ തടിയലമാര അങ്ങനെ കൊടുക്കരുതെന്ന് എല്ലാരും കാണുന്നവര് പറയും. മറ്റേതൊക്കെ പറഞ്ഞാലും ഇതൊരിക്കലും അലമാര ആര് പറഞ്ഞു കൊടുക്കുന്നില്ല. നിനക്ക് വേണ്ടി വെച്ചേക്കും. പിന്നെ തൊട്ടില് അവൻ കൂടെ കിടന്ന് ഉറങ്ങണത് ഇവിടാണ്. ഇതിലേക്ക് അടുക്കള ചെയ്യുന്നുണ്ട്. അതിങ്ങനെ നേരെ കാണുകയും ചെയ്യാം. പിന്നെ ചെയർ ഒരെണ്ണം. ഇത് അമ്മ അവിടെ വരുമ്പോൾ അവനെ തൊട്ടിലാട്ടാൻ വേണ്ടിയിട്ട് ചെയർ ഇവിടെ കൊണ്ട് ഇട്ടേക്കുവാണ്. അപ്പം അമ്മ അവിടെ ഇരുന്ന് അവനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇത് രണ്ടാമത്തെ ബാത്റൂം അങ്ങനെ നമ്മൾ ഒരു ബാത്റൂമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലേ? വല്ലപ്പോഴും അങ്ങോട്ട് ഏട്ടാ അപ്പുറത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പുറത്തോട്ട് ഓടി വരും. അടുത്ത നമ്മൾ കിച്ചൺ ടൂർ ആണ്. നമ്മുടെ അടുക്കള. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓപ്പൺ കിച്ചൺ വേണം. ഇത് ഓപ്പൺ കിച്ചണാ അങ്ങനല്ലേ? ഇങ്ങനത്തെ ഞാൻ പറയാം, മനസ്സിലായി. എങ്ങനെയാന്ന് പറ്റില്ല. ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ ബാക്കിലും അടുക്കള വേണം. വീഡിയോ എടുക്കാൻ നൈസ് ആയിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിർത്തും. നമ്മൾ ഒരു കോഫി മേക്കർ ഇവിടെ ഇരിപ്പുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. അടുക്കളയിൽ കാല് കഴിക്കുമ്പോൾ ദോശയൊക്കെ വരുന്നു. ഞാൻ ഇവിടെ നടക്കുന്ന ദോശയൊക്കെ ചുട്ടു വരും. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആകപ്പാടെ വാങ്ങിച്ചത് ഈ ഒരു ഗ്യാസ് സ്റ്റൗ മാത്രം. പിന്നെ ചെടി. പിന്നെ നമ്മൾ ബ്ലൈൻഡ്സ് കളർ തീമിൽ തന്നെ. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല? ഈ ക്ലീനിങ് ടാസ്ക് ആയിട്ട് തോന്നുന്നു. ഞാൻ കുക്ക് ചെയ്തോണ്ട് തന്നെ ക്ലീൻ ചെയ്യും. അപ്പൊ ക്ലീൻ ചെയ്ത് വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ടിരുന്ന പാടാ. അതിനുള്ള സമയം എന്തായാലും ഇപ്പൊ തന്നെ അവിടെ ഒരാൾ തുടങ്ങി. നമുക്ക് LGയുടെ വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഫണ്ട് ഷോർട്ടേജ് ആയതുകൊണ്ട് നമ്മൾ വേർപൂൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ രണ്ടാമത്തെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. നമ്മൾ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. അക്വാഗാർഡിന് ഒരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വെച്ചതാണ്. എനിക്ക് ഇവിടുത്തെ വെള്ളത്തിന്റെ ടേസ്റ്റ്, വെള്ളം കുടിക്കുമ്പോ എന്തോ എനിക്കും ഉണ്ടായിരുന്നു. അത് നമ്മള് മാറി വന്നതിന്റെ ആയിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ശീലമായി. ഇപ്പം അതുമല്ല നമ്മളൊരു വാട്ടർ പ്യൂരിഫയർ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണോടെ വെച്ച് അതിന്റെ റോസും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്ത് അതിന്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അടുക്കള. ഇവിടെയാണ് നമ്മുടെ പാത്രം, മറ്റു സാധനങ്ങൾ എല്ലാം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഉള്ളി, സവാള. അത് സ്പേസ് ആണോ? ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇത് സ്പേസ് ഒന്നും അല്ലത്. ചുമ്മാ തള്ളി വിട്ടോണം കേട്ടാ. ഇത് ചിമ്മിനിയുടെ സാധനം പോയിരിക്കുന്നത്. പുറത്തൊരു ബാത്റൂം ഉണ്ട്. അത് അത്യാവശ്യമായിട്ടോ. ഞാൻ പലയിടത്തും വീട് വാങ്ങാൻ പോകുമ്പോൾ പുറത്ത് ബാത്റൂം കണ്ടിട്ടില്ല. നമ്മളെ ഈ വീട്ടിൽ പുറത്തും ഒരു ബാത്റൂം ഉണ്ട്. ക്രോക്കറി ഉണ്ട് ഗൈസ്. ക്രോക്കറി സാധനങ്ങൾ ഇരിക്കുന്നില്ലേ പറയുന്നത്? ഇത് ചെടി ഇരിക്കുന്നുണ്ടോ? ചെടി ക്രോക്കറി അല്ല, അത് പാർട്ടീഷൻ. അങ്ങനെ അങ്ങോട്ട് പറ. നമ്മള് ഇതുപോലെ നടുക്ക് പാർട്ടീഷൻ വേണമെന്നൊക്കെ തീരുമാനിച്ചതാ. പക്ഷെ സ്പേസ് കുറയും. വെറുതെ എന്തിനാ? ചെടിയുടെ സ്ലൈഡ്
വേറെ അങ്ങ് സ്ലൈഡ് ഇടാൻ സ്ഥലം കിട്ടുന്നില്ല, ഇവിടെയും കൊണ്ട് സ്ലൈഡ് കുത്തി വെച്ചേക്കുന്ന. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നമ്മളെ മേലത്തെ അങ്ങോട്ട് നമ്മൾ പോയിട്ടേ ഇല്ലല്ലോ. മേലത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് ആർട്ടിഫിഷ്യൽ ആണ് സുഹൃത്തുക്കളെ. ഇത് UV പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്, വെയിലത്ത് വെക്കാം. പക്ഷെ നമ്മൾ വെയിലത്തൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഇത് കാണാൻ നല്ലൊരു ഒറിജിനാലിറ്റി ഇല്ലേ. ഇത് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിലേ ഒരു പ്ലെയിൻ ആയി കിടക്കുന്നത്. ഇത് ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ അല്ലേ. അതല്ല, ഇവിടെ വെച്ചിട്ട് ഇതിവിടെ നിന്ന് മാറ്റുമ്പോ എന്തോ അവിടെ ഇരിക്കട്ടെ. ആർക്കാ നിർബന്ധം? എടുത്തോണ്ട് മേളിൽ പോയില്ലേ? ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞതാ. മെഴുകി തീർന്നെങ്കിൽ കേറ് മേലോട്ട് വാ പോ. നമ്മുടെ ഫോട്ടോ ഫ്രെയിമിന്റെ കാര്യം പറ. വെച്ചിട്ടില്ല. വെക്കാത്ത കാര്യത്തെ പറ്റി എന്തിനാ നമ്മൾ സംസാരിക്കുന്നത്? വെച്ചിട്ട് അല്ല, ഇവിടെ എങ്ങനെ ഫോട്ടോ ഫ്രെയിം ആ ഉണ്ടരിക്കില്ലേ? അതിന്റെ മുകളിലുണ്ടല്ലോ, ഉണ്ടയ്ക്ക് മേളിൽ സ്ഥലം ഉണ്ടല്ലോ. ഉണ്ടയ്ക്ക് മേലിൽ സ്ഥലമുണ്ട്. ഉണ്ടയ്ക്ക് മേലിൽ നമുക്കൊരു ഫോട്ടോ ഫ്രെയിം വെക്കാം. എനിക്കിവിടെ വേറൊരു സാധനം വെക്കണമെന്നുണ്ടായിരുന്നു, മറ്റേ തൂക്ക് ലൈറ്റ്. ഇതിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ ഗൈസ്, നമ്മളെ റിസോർട്ടിലൊക്കെ ഇവിടെ വരൂല, അവിടെ വരത്തുള്ളൂ. അല്ല, അത് നമുക്ക് അവിടുന്ന് ലൈൻ അടിച്ചിട്ട് അവിടുന്ന് തൂക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. വയറിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പിടി ഇതൊക്കെ തടിയിലാണ് കേട്ടോ. ഇത് ഞാൻ പലയിടത്തും ഈ വെച്ച വീട് വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഫാൾട്ടുകൾ പറ്റാൻ ചാൻസ് ഉണ്ട്. ഫാൾട്ടുകൾ പറ്റും, 90% ഫാൾട്ടുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പോയാൽ എനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു മെനയായിട്ട് ഇച്ചിരി കൂടി ഒരു ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇതും കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വീട് നമ്മൾ ഇങ്ങനെ തടിയിൽ കണ്ടിട്ടില്ല, ഡിസൈനിൽ കണ്ടില്ല. ഇത് നമ്മൾ കണ്ടതിൽ മൊത്തം സ്ക്വയർ ട്യൂബ് അങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ടാ ചെയ്തേക്കുന്നുണ്ട്. ചുമ്മാ ഇതിന് വേണ്ടി എത്ര ഡിസൈൻ ഒന്നും കൊടുക്കാതെ ചുമ്മാ ഒരു സ്റ്റെയറിന്റെ ചിലടത്ത് പിടിയേ ഇല്ല. അപ്പൊ എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ. രണ്ടാമത്തെ നിലയിലെ ഹാളിലോട്ട് വരാം. ഇവിടെ അതേപോലെ നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷനോ ഡാൻസോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹാള്. അടിപൊളി ഒരു ഹാളാണ്. താഴത്തെ കണക്ക് തന്നെ ഇവിടെയും സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആക്കി തന്നെ ഇട്ടേക്കാണ്. ഇവിടെ എന്ത് ചെയ്യണം, എനിക്ക് ഇവിടെ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം എന്തെങ്കിലും ഒരു വാൾപേപ്പറോ എന്തെങ്കിലും ഒട്ടിച്ച് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ചെയ്യണം, പിന്നീട് ചെയ്യാം നമുക്ക്. പിന്നെ അതൊന്ന് കൊല്ലത്തുനിന്ന് പോയിട്ട് ഇത് നമ്മൾ കൊല്ലത്തുനിന്ന് പോയെടുത്ത ഒരു സെറ്റിയാണ് കേട്ടോ, സോഫ. ഇത് ആരും വന്നിരിക്കാറില്ല. ഇല്ല, ഇവിടെ നിന്ന് ആരും വന്നിരിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഫംഗ്ഷൻ വരുമ്പം എല്ലാവരും കൂടിയൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മളിത് മേലത്തോട്ട് വാങ്ങിച്ചത്. പക്ഷെ മേലെ ആരും യൂസ് ചെയ്യാറില്ല. നമ്മളിവിടെ വരുന്ന സമയത്ത് ഒരു ചെയർ പോലും ഇല്ലായിരുന്നു. അതുപോലെ ഈ മേലെ ഒന്നിങ്ങനെ രണ്ടാമത്തെ നില എന്ന് പറയുമ്പോൾ മേലെ ഒന്നിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, അവിയും. ഇപ്പം തന്നെ റൂഫ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ചൂടാ. ഇതിന്റെ കൂടെ കിട്ടണ ഈ സാധനം നമ്മൾ വാങ്ങാൻ മറന്നുപോയി. പറഞ്ഞതാ, പക്ഷെ എടുക്കാൻ പറഞ്ഞു. അവരിനി കൊണ്ടുതരും അവരിനി. പിന്നെ എല്ലായിടവും ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. എല്ലായിടം ബ്ലൈൻഡ്സ്, ഇവിടെ നമുക്ക് ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. TV യൂണിറ്റിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റുഡിയോ ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ TV ഒന്നും കാണാൻ ആരും ഇല്ല. ആരെങ്കിലുമൊക്കെ കുടുംബാംഗങ്ങളൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, സെറ്റാക്കാം. അപ്പോഴത്തേക്ക് ഇപ്പോഴും അതിന്റെ ആവശ്യമില്ല. പിന്നെ മൃദുല ആദ്യം പറഞ്ഞത് വാഷിംഗ് മെഷീന്റെ ആണ് മൊണ്ണ. ഞാനാണ് പറഞ്ഞു കൊടുത്തത് TV യൂണിറ്റ്. ഞാൻ വാഷിംഗ് മെഷീൻ എന്തെങ്കിലും പറഞ്ഞു. ഏട്ടൻ എന്ത് പറഞ്ഞു? ഏട്ടൻ അറിഞ്ഞൂടാ. ഉടനെ വിളിച്ചു ചോദിക്കുന്നത് എന്തുവാന്ന്. അല്ലല്ല, അപ്പുറത്ത് ബാത്റൂമിന്റെ എന്തോ ഓവങ്ങാണ്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ബാത്റൂം തുറന്ന് നോക്കുന്നു, ഇതിന്റെ ഓസ് അവിടെ വരുന്നുണ്ടോ എന്ന്. എന്നിട്ടാ എന്നെ പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ 2 ബെഡ്റൂം നിങ്ങൾ കണ്ടു. ഇനി അടുത്ത നമ്മുടെ 3ാമത്തെ ബെഡ്റൂമിലോട്ട് കയറാൻ സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഇവിടെ കിടന്ന് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ താഴെ പണി നടന്നപ്പോഴെല്ലാം ഈ റൂമിലായിരുന്നു കിടന്നത്. അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെ നമ്മളൊരു തടിയുടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. തടിയുടെ കട്ടിലാണ്, തേക്കിന്റെ കട്ടില. നമ്മൾ എത്താലും ഇവിടെ കാണും. ആ കാര്യത്തിൽ ഗ്യാരണ്ടി. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാ. നമ്മൾ റൂമിൽ എല്ലാ അലമാര ഉണ്ടായിരുന്നു. താഴെ 2 എണ്ണം തടി അലമാരയും ബാക്കിയെല്ലാം ഇങ്ങനത്തെ അലമാരയും. ഒന്നുമില്ല. ഈ റൂമിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വെൽക്കം ടു അവർ 4ാമത്തെ ബെഡ്റൂം. അപ്പം ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പ്ലെയിൻ ആണ്. ബെഡ് ഇട്ടിട്ടില്ല, 2 വാർഡ്രോബ് മാത്രമുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. പഴയ റൂം എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമ്മുടെ താഴെയുള്ള അതേ ബെഡ്റൂമിന്റെ റൂം തന്നെയാണ് നമുക്ക് മേളിലുള്ളത്. നല്ല സ്പേസ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ പലയിടത്ത് വീട് നോക്കാൻ പോയപ്പം ഒന്നി ഹാള് ചെറുത്, ഇല്ലെങ്കിൽ റൂം ചെറുത്. അതൊരു വൻ പ്രോബ്ലം ആയിരുന്നു. കാരണം റൂം കുഞ്ഞൊക്കെ ആവുമ്പം ചെറിയ റൂമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലമാരയും ബെഡ് ഇടുമ്പോൾ തന്നെ റൂമിന്റെ പാതി സ്പേസ്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കണം, അതാണ് മെയിൻ. അപ്പൊ നമ്മൾ ഹാള് ഇത്രയും വലുതും റൂമൊക്കെ നോക്കി തന്നെ നമുക്ക് ഡാൻസ് കളിക്കാനും വീഡിയോ എടുക്കാനും കോണ്ടന്റ് ഷൂട്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് നമുക്ക് അത്രയും സ്പേസ് നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ അത്രയും നോക്കിയത്. ഇപ്പൊ നമുക്ക് 2 പേർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാലും
ഭാവിയിൽ വേണം. ഈ വീട് എപ്പോഴും നമുക്ക് പുതിയത് വാങ്ങിക്കാനും മാറി താമസിക്കാനും പറ്റത്തില്ല. വീടെന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പിന്നീട് സ്പേസ് കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ അതിന് നമ്മൾ സെറ്റ് ആക്കണം എന്തായാലും. അപ്പൊ നമ്മുടെ സൗകര്യം എല്ലാം നമുക്ക് നോക്കിയിട്ട് ഫ്യൂച്ചറിലോട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീട് വാങ്ങിച്ചേട്ടോ. അപ്പം ഫ്യൂച്ചറിൽ നമുക്കിനി ഇവിടെ നമ്മൾ ഇങ്ങോട്ടും ഇല്ല, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു വീട് വാങ്ങിച്ചത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതിന്റെ പിന്നെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം സെയിം തന്നെയാണ്, എല്ലാം കാണിക്കുന്നത്. അഞ്ചാമത്തെ ബാത്റൂം നിങ്ങൾ വിചാരിക്കുക ബെഡ്റൂം തീരുന്നില്ല ഇത് ഗൈസ്. നമ്മളെ ഈ വീട്ടില് മൊത്തം 5 ബെഡ്റൂം ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പം 5 ബെഡ്റൂമിൽ 4 ബെഡ്റൂമും വലിയ ബെഡ്റൂമും, ഒരു ബെഡ്റൂം ചെറിയ ബെഡ്റൂമാണ്. അതൊരു വേണമെങ്കിൽ ഒരു സ്റ്റുഡിയോ റൂം, ഞാൻ സ്റ്റുഡിയോ റൂം ആക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ബെഡ്റൂമാണ്. അപ്പം നമ്മൾ 5ാമത്തെ ബെഡ്റൂമിലേക്ക് ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് നമ്മുടെ സാധനങ്ങൾ കുറെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെ കുറച്ച് ഇങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഒതുക്കാൻ വേണ്ടിട്ട് കൊണ്ടിട്ടുണ്ട്. കുഞ്ഞിന്റെ സാധനങ്ങളും നമ്മുടെ മാക്ക് വാങ്ങിച്ചതിന്റെ ബോക്സും യൂട്യൂബിൽ നിന്ന് വരുന്നതിന്റെ ബോക്സും കുറെ പാക്കേജുകൾ, കുഞ്ഞിന്റെ സാധനങ്ങളും എല്ലാം നമ്മളിവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്റ്റോർ റൂമായി, സ്റ്റോർ റൂം പോലെ ഇറങ്ങിക്കോണം കണ്ട സാധനങ്ങളെല്ലാം. ഇതിന് ആവശ്യമുള്ളത് ഞാൻ വന്നെടുക്കുന്നുണ്ട്, തീരും. ഇതെന്റെ ഫ്യൂച്ചർ സ്റ്റുഡിയോ ആണ് ഗൈസ്, നിങ്ങൾ കണ്ടുവച്ചോ. ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇത് അടിപൊളിയാക്കും. ഇത് സ്റ്റുഡിയോ റൂമാണ്. ഇവിടെ നമുക്ക് ബെഡ് ഇടത്തില്ല, നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്, റിക്ലൈനർ, കുറച്ച് സ്റ്റുഡിയോ സെറ്റപ്പ്, വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഏട്ടനെ താഴോട്ട് കണ്ടോ, പിന്നെ ഇവിടെ ആയിരിക്കും ഫുൾ ടൈം. ഇവിടാണ് നമ്മളെ സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ. ഞാൻ പൂട്ടിയിടും സ്റ്റുഡിയോ, ഫുൾ ടൈം ഇവിടെ ഇരുന്നാ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് ഏത് വാഴ? വാഴ, ഇത് വാഴ, നമ്മളെ കേരള വാഴ. നമുക്ക് ബാത്റൂം ഉണ്ട്. ഓക്കെ, സെയിം ബാത്റൂം തന്നെയാണ്. ഇത് ഫിറ്റിംഗ് ഒക്കെ ഒരു കുഴപ്പം, നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് ഉപയോഗിക്കാറേ ഇല്ല, മേലോട്ട് വരും, ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കും, ഇറങ്ങിപ്പോകും. നമ്മള് താഴെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഫ്യൂച്ചറിൽ നമുക്ക് എത്ര പേര് വരും ഇവിടെ? അവൻ പെണ്ണ് കിട്ടും, പിന്നെ അവൻ മാത്രല്ലല്ലോ. മൃദുല അങ്ങൊക്കെ ചിന്തിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീടാണ്, പിന്നെ എല്ലാവർക്കും കൂടെ ഉള്ളത്. അപ്പൊ അതാണ് നമ്മുടെ റൂമിന്റെ വിശേഷം. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് കയറാം. വീഡിയോ എടുക്കുന്നതാണ് വന്നിരുന്ന ആടണം, ഇല്ലെങ്കിൽ ഒരു പട്ടി കുഞ്ഞു വന്നതല്ല. ഡേ ഇൻ മൈ ലൈഫിന് ചായ കുടിക്കാൻ വന്നില്ലേ, ഇങ്ങോട്ടൊന്നും വരത്തില്ല. പിന്നെ വരാൻ സമയമില്ല, അവിടെ കുറ്റപ്പെട്ടും കാര്യമില്ല. അത് മാത്രമല്ല ഇവിടെ വെയില്. ഉച്ചയ്ക്ക് ഈ സമയമാണെങ്കിൽ ഇവിടെ ഇരിക്കാം. ഓക്കെ, സ്കൈ ഒക്കെ നോക്കി രസം. ഇവിടെ ഈ സമയത്ത് ഇവിടെ നിന്ന് കാണാനൊക്കെ അടിപൊളിയാണ്. അതെ, ഈ സമയത്ത് ഇവിടെ നിന്ന് കാണാൻ സൂപ്പർ. പക്ഷേ ഈ സമയത്ത് ഞാൻ വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെ കൊള്ളാം, ഇന്നാണ് ഇവിടെ വന്നിരുന്നപ്പോ കൊള്ളാം, വലിയ രസം ഉണ്ടല്ലേ. നമുക്ക് സമയമില്ല, വന്നൂടെ. ഗാർഡൻ ബെഞ്ച്, ഇതെല്ലാം നമ്മള് പോയാലും അതവിടെ കാണും. അടിക്കോ ആട്ടുന്ന ഇപ്പൊ കരയും. ബാൽക്കണി എനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു, ഈ ഒരു കമ്പി മാറ്റി ഒരു ഗ്ലാസ് ആയിരുന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു. എനിക്കൊരു ആർക്കിടെക്ചർ മൈൻഡ്, ആർക്കിടെക്ചർ അതില്ലാതിരിക്കുന്നേ ഭേദം. താഴെ കാണിച്ച ഏറ്റവും മണ്ടവരെ കാണിക്കണോ? ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കയറും, നടുക്കോട്ട് വരും. ഇത് നമ്മുടെ വീടിന്റെ ഒരു ഭാഗം തന്നെ അല്ലേ ഏട്ടാ. ഇവിടെ ഇരിക്കാൻ അടിപൊളിയായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. മാത്രമല്ല നമുക്ക് ചെടി നടാൻ പറ്റും. ഇതിപ്പോ നമുക്കുള്ള നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലേ. ഞാൻ കേറിയിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കേറാത്തന്നെ മെയിൻ കാര്യം ഇവിടെ വെയിലാണ്. നമുക്ക് വൈകിട്ടൊക്കെ ഈ സമയത്തൊക്കെ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. ഭയങ്കര സന്തോഷം, നിങ്ങളെ നമ്മൾ വീട് കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എങ്ങനെ വീടുണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യണം കേട്ടോ. എന്താ പറയുന്നത്, എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീടെന്ന് പറയണത്. അപ്പം നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക പെട്ടെന്ന് നമ്മളിലോട്ട് വന്നു ചേർന്നതാണ് ഈ വീട്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു വീട് വെച്ചിട്ട് തന്നെ ഏതാണ്ട് ഒരാഴ്ച ഒരു മാസം 2 മാസം എന്തോരം കിടന്നോളം തോന്നും. അപ്പോഴത്തേക്കാണ് നമ്മൾ വന്ന് വാങ്ങിച്ചത് ഈ വീട്. അപ്പം നമുക്ക് വേണ്ടി വിധിച്ചൊരു വീട് പോലെ ഇല്ലേ, വിധിച്ച് നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യാതെ ഒരു വിധി. ഞാൻ കൂടെ ആലോചിക്കും, ഈ വീട്ടിൽ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ ആലോചിക്കും, അയ്യോ നമുക്ക് വേണ്ടി ഇത് വേറെ ആരോ വെച്ച് നമ്മളിവിടെ വരേണ്ടതെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. എങ്ങനെയൊക്കെയോ നമ്മൾ സഞ്ചരിച്ച് ഇവിടെ എത്തി, ഇവിടുത്തെ ഒരാളായി. ഇവിടുത്തെ അമ്പലങ്ങളിലും ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ പോകുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളിൽ കൂടെയൊക്കെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ ഇനി വരും, കുറച്ച് ആൾക്കാരുണ്ട്, അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് കാല അളവിൽ നമ്മൾ സഹിക്കാവുന്നതിന്റെ പരമാവധി എല്ലാം സഹിച്ചു. അതുകൊണ്ട് ഇനിയും നമ്മൾ അതേ ഓർത്ത് ഇപ്പം ഞാൻ ചിരിക്കുന്നതാണ് ഭയങ്കര ഓവർ ആക്ടിങ്, ഭയങ്കര ഇത് മൃദുല ഭയങ്കര ഓവർ ആക്ടിങ്, ഞാൻ സംസാരിക്കുന്നതാണ് എന്നും നമ്മൾ അത് ഓർത്ത് അതിൽ നിന്നൊരു ഓവർകം അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറി
മാറണ്ടേ, അല്ലെങ്കിൽ പിന്നെ അതിൽ കിടന്ന ഡിപ്രഷൻ ആയിട്ട് അതിൽ കിടക്കാത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വീട് വാങ്ങിച്ച് കഴിഞ്ഞ പിന്നെയാണ് നമുക്ക് എന്നെ എവളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹെയ്റ്റ് ആവുന്നതും. ചില പെണ്ണിന്റെ ശത്രു പെണ്ണു എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാർ തന്നെ ആയിരിക്കാം ഈ ഒരു കമന്റ് ഇടുന്നത് എനിക്കെതിരെ. ഇവിടെ നിൽക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നമ്മളെ ഈ ഒരു സ്വർഗത്തിൽ ഞാനും മൃദുലയും അൻപും നമ്മൾ ഹാപ്പി ആയിട്ട് ഈ ഒരു വീട്ടിൽ എന്നും എന്താ പറയുന്നത്, ടുഡേ ടുമാറോ ആൾവേസ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ലവ് യു ആൻഡ് ബൈ ഗൈസ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് അപ്പം നമ്മൾ ഈ ഒരു വീട് ഞാൻ വാങ്ങിച്ചത്, ഈ വീട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് 2 വ്യക്തികൾ കൊണ്ടാണ്. അപ്പം 2 പേരെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. അപ്പം ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇതിനകത്ത് വീടൊക്കെ വാങ്ങണമെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കണമെന്നോ പ്രോപ്പർട്ടി വാങ്ങണമെന്നോ ഈ ട്രിവാൻഡ്രം സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പം നിതിൻ ബ്രോ, ഇതാണ് നിതിൻ ബ്രോ. ട്രിപ്പ് പോലെ ആയിരുന്നല്ലേ ആദ്യം ഒരു കാടുകൾ മലകൾ. എത്ര വീട് നോക്കിയാണ് നമ്മള് എണ്ണമുണ്ടോ? എണ്ണമില്ല. എത്ര ദിവസങ്ങളാണ് നിങ്ങൾ കാണിച്ച 4 ദിവസമല്ലേ, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ദിവസങ്ങൾ നമ്മൾ പോയിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ ഫ്രണ്ടിൽ പോകും, ബ്രോ വണ്ടിയിൽ ബാക്കിൽ വരും. പിന്നെ വണ്ടികൾ ഒരു വണ്ടിയായി മാറി. അതെ ഇങ്ങനെ നമ്മളറിയാലോ, നമ്മൾ മുതലായിട്ട് പ്രസവരക്ഷയ്ക്ക് നിന്ന സമയത്തായിരുന്നു നമ്മൾ കൂടുതലും ഡെയിലി യാത്രയായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്തെ ഏത് മുക്കും മൂലയും നമ്മൾ അരിച്ചു പറക്കി. പേടിയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. എന്ത് ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. സത്യം നമുക്ക് കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു കുഞ്ഞും കൊണ്ട് വരിക. ഈ വീട് നമ്മൾ കണ്ടിട്ട് ഏതാണ്ട് ഒരു 10-15 വീട് പിന്നെ കണ്ടത്. ഒരു ദിവസം രാവിലെ എന്നെ ചുമ്മാ വിളിച്ചതാണ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉറപ്പിക്കുന്നെങ്കിൽ ഉറപ്പിക്ക്, അതിപ്പോ പോവും എന്നുള്ള രീതിയിൽ. അപ്പൊ പറഞ്ഞു ബ്രോ അത് നമുക്ക് ഇഷ്ടപ്പെട്ട്, മൃദുലയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, ഇനി എന്തായാലും ഇത് എടുത്തേ തീരുമെന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന സമയത്ത് ഇവിടെ ഒരു പാർട്ടി നിൽക്കുന്നുണ്ട്. പെട്ടെന്നല്ല അല്ലെ, നമുക്ക് ചില സാധനങ്ങൾ കിട്ടണം. അതെ, കിട്ടണത് എല്ലാവർക്കും ഒരു ഭാഗ്യമാണ്. ഈ സത്യത്തിൽ ലാസ്റ്റ് ഈ വീട് വാങ്ങാൻ വേണ്ടി വന്നതല്ല, ചുമ്മാ ഒന്നുകൂടി നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ്, അതാണ് വിധി എന്നൊക്കെ പറയണം. ലാസ്റ്റ് എന്തായാലും ഇവിടെ എത്തി. ചന്ദ്രൻ ചേട്ടനാണ് അതെ ഹൈലൈറ്റ്. പുള്ളി ഇതിന്റെ ഓണറാണ്. ആ ഒരു വില എല്ലാം നമുക്ക് ഒത്തുവന്നുകൊണ്ടല്ലേ വാങ്ങിക്കാൻ പറ്റും. കല്യാണം പോലെ തന്നെയാണ് വീട് വാങ്ങിക്കുന്നത്. ഇപ്പം പ്ലാൻ സെല്ലർ എന്നാണ് Instagram ID, ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് പ്ലോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീടായിക്കോട്ടെ പിന്നെ അപ്പാർട്ട്മെന്റ് എല്ലാം ഇല്ലേ, എല്ലാ പരിപാടിയും ഉണ്ട് തിരുവനന്തപുരത്ത്. കോർപ്പറേഷൻ ഏരിയയാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്, അല്ലാത്തത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം നോക്കുന്നതാണ് അല്ലേ. അപ്പം ഡയറക്റ്റ് പ്ലാൻ സെല്ലറിന് Instagram പേജിൽ DM ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്ര നാളിങ്ങനെ കറങ്ങി വീട് കൊണ്ട് കാണിക്കായിരുന്നു, ഇപ്പൊ സ്വന്തമായിട്ട് പരിപാടി തുടങ്ങിയാണ്. താങ്ക് യു. എനിക്ക് നിങ്ങളെ പോലെ ഒരു വലിയൊരു ക്ലയന്റിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ചില ആൾക്കാരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ എന്നാലും മേക്കും. പക്ഷെ ഇവരെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, പ്രത്യേകിച്ചും നിങ്ങൾ 2 പേരും. മുരുകൻ ചേട്ടന് അതുപോലെ. അച്ഛനും നമ്മളെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ. മുരുകൻ ചേട്ടന്റെ ഒരു ക്ലയന്റ് അല്ല, റിലേറ്റീവ് ആണ്. നമ്മുടെ റിലേറ്റീവ് തന്നെ വീട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എടുത്ത് വീട് പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അവരത് എടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഇഷ്ടാനുസരിച്ച് നമ്മളത് കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ.